എടാ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടാണെങ്കിലും കിട്ടാതെ ആണെങ്കിലും +1 നിങ്ങൾ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഫിസിക്സ് എടുത്തു തുടങ്ങാൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് പഠിക്കണം. യങ്സ് മോഡുലസ്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും ഓരോ ഇക്വേഷൻസ്. കെമിസ്ട്രി ആണെങ്കിലും മൊളാലിറ്റി ഇത് രണ്ടും എന്താണെന്ന് പോലും, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പോലും മനസ്സിലാവില്ല അല്ലേ. മാത്സിലാണെങ്കിലോ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററും നമ്മൾ 10ാം ക്ലാസ് പഠിച്ചത് തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? ബയോളജിയാണ് അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഫൈലം, സീലൻ ഡേറ്റ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം +1 എത്തിയിട്ട് കിളി പോയി നിൽക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ പോയ കിളിയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ +1 +2 1200 രണ്ടിലും കൂടെ മാർക്ക് 1200 1200 വാങ്ങിയ കുട്ടികളാണെങ്കിലും ഇനി +2ൻ്റെ കൂടെ തന്നെ എന്താണ് നീറ്റും ജെയും ക്ലിയർ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ +2ൻ്റെ കൂടെയാണ് ജെയി ക്ലിയർ ചെയ്ത് NITയിൽ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഞങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട അതേപോലത്തെ കിളി പോയി പകച്ച് നിന്നിട്ടുണ്ട് നമ്മൾ ഓരോരുത്തർ എന്നുള്ളത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ശരിക്കും സിമ്പിളി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1ാം ക്ലാസ് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ 2ലേക്ക് ഒരു സ്റ്റെപ്പ് കയറി, 3ലേക്ക് ഒരു സ്റ്റെപ്പ് കയറി, അങ്ങനെ എന്താണ് 9 നിന്ന് 10ലേക്ക് എന്താണ് ഓരോ സ്റ്റെപ്പ് കുഞ്ഞു സ്റ്റെപ്പ് കയറിയതാ. അത് ശരിക്കും 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും തമ്മിൽ 2ാം ക്ലാസ്സാണ് ടഫ്. പക്ഷെ എന്താ സംബന്ധിച്ചാൽ നമ്മൾ കുറച്ച് വലുതായിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ 10th വരെ നോർമലി പോയിട്ട് 10th നിന്ന് +1ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒരു വലിയ മതിൽ കയറുന്ന ഫീൽ അല്ലേ. എങ്ങനെ എന്താ തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ട് എന്താണ് നമുക്ക് ചാടിക്കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലല്ലേ നിങ്ങളുള്ളത്. നിങ്ങൾക്കിത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം എല്ലാ ആൾക്കാരും ഈ സാധനം ഉണ്ട്, എല്ലാ ആൾക്കാരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. ആകെ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇനി എന്താണ് ഈ മതിലിൻ്റെ മുന്നിൽ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാനാണോ നിങ്ങളെ പ്ലാന്, അല്ലെങ്കിൽ ഇത് എത്ര വലിയ മതിലാണെങ്കിലും ഞാൻ ചാടിക്കിടക്കുന്നുള്ളതാണോ നിങ്ങളുടെ തീരുമാനം എന്നുള്ളത്. അതായത് ഈ 2 ഓപ്ഷനിൽ ഏതായിരിക്കും നിങ്ങളുടെ തീരുമാനം? അതിനനുസരിച്ചാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടത്. നിങ്ങൾക്ക് മതിൽ ചാടിക്കിടക്കണം എന്നാണെങ്കിൽ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്തോ അവസാനം വരെ കണ്ടോ. എടാ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ മുന്നിലുള്ള, അതായത് പരീക്ഷൻ്റെ കേസ് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നം നമുക്ക് എന്താണ്, നമുക്കൊരു പുതിയ ഗെയിം കിട്ടി, നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്, പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ അമ്മയായിട്ട് എന്ന് വീട്ടിൽ കച്ചറയാണ്, എന്ത് പറഞ്ഞാലും അമ്മ കച്ചറാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ആദ്യം കുറേ യൂട്യൂബ് വീഡിയോ ആണ്, എങ്ങനെ അമ്മമാരെ കയ്യിലെടുക്കാം, പിന്നെ കുറച്ച് ChatGPT-നോട് ചോദിക്കാം, മൈ മദർ ഈസ് ഭയങ്കര ടോക്സിക് ആണ്, ഹൗ ടു ഹാൻഡിൽ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെല്ലെ അമ്മേനോട് ഓരോ ദിവസം സംസാരിക്കുക. അവസാനം എന്താണ് ആ ബന്ധം അടിപൊളിയാണ് അല്ലേ. സോ ഫോർ എനി പ്രോബ്ലം ടൈം ഇൻവെസ്റ്റ് ചെയ്യലാണ്. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 പ്രോബ്ലത്തിൻ്റെ ഏറ്റവും ഫസ്റ്റ് സൊല്യൂഷൻ എന്താ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതാണ് ആദ്യത്തെ പോയിന്റ്. അതിനോട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊരു വലിയ ഗെയിമിൻ്റെ പാർട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ ക്ലാസ് ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓണപരീക്ഷ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓണപരീക്ഷയൊക്കെ ചെയ്യുമ്പോൾ എന്താ, അതിന് പഠിക്കുമ്പോൾ എന്താ നിങ്ങളുടെ ഒരു ചിന്ത എന്താ, എങ്ങനെയെങ്കിലും ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വേണം. ആ പോയിന്റ് മാറ്റണം. അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോൾ കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്യാറുണ്ട്, സാറേ ഇന്നലെ രാത്രി ഞാൻ 3 മണിക്കാണ് ഉറങ്ങിയത്, പക്ഷേ പരീക്ഷയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. എടാ തലേന്നാണോ നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്ക്, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോഴും ആ ടോപ്പറായിട്ട് എല്ലാ ടീച്ചർമാരുടെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് നിൽക്കുന്ന ആ കുട്ടിയില്ലേ, ആ കുട്ടി വെറും പരീക്ഷയുടെ തലേന്ന് പഠിച്ചിട്ടാണോ? അല്ലല്ലോ, ഡെയിലി പഠിക്കുന്നുണ്ട്. ആൻഡ് ആ ഡെയിലി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ആ വലിയ ഗെയിമിൻ്റെ ഭാഗമാണ് നിങ്ങൾ കരുതണം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +1 520 മാർക്കാണ്. ആ 520-ൽ 510 മാർക്കിൻ്റെ മുകളിൽ കിട്ടലാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കുന്ന പരിപാടിയൊക്കെ നിർത്തൂല്ലേ. ഡെയിലി 1 മണിക്കൂർ 2 മണിക്കൂർ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യണം. എൻട്രൻസ് നോക്കുകയാണെങ്കിൽ ഒരു 3 to 4 എങ്കിലും നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഒരു 2 to 3 എങ്കിലും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ലെവലിലേക്കുള്ള മാർക്ക് നിങ്ങൾക്ക് എത്തുള്ളൂ. ആൻഡ് ഈ മാർക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത്. എടാ ഇത് മറ്റൊരു ആംഗിളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കി. നിങ്ങളോട് SSLCൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, SSLC എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ നാട്ടുകാരും വീട്ടുകാരും വെച്ച ആദ്യത്തെ ചലഞ്ചായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും സിമ്പിൾ ചലഞ്ച് എന്ന്. ശരിയല്ലേ? +1 എത്തി 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ. ഇനി അടുത്ത നെക്സ്റ്റ് സിമ്പിൾ സാധനമാണ് എന്ത്, ഈ +2 പരീക്ഷ. അതിനേക്കാൾ വലിയ ഓരോ കാര്യങ്ങൾ എന്തുണ്ട്, നിങ്ങൾക്ക് ഏത് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളത്, എൻട്രൻസ് ടെസ്റ്റുകൾ അതിനേക്കാൾ വലിയ ചലഞ്ചുകളാണ്. പിന്നെ അവിടുന്ന് ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സ് അതിനേക്കാൾ വലിയ ചലഞ്ചാണ്. അവിടെയൊക്കെ നിങ്ങൾ നേരിടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സാധനം കൂടെ ധീരമായിട്ട് നേടാൻ പറ്റണം. 500 ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ പഠിച്ചാൽ 510-ൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രശ്നം കുറേ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ ഇപ്പോൾ
ഒരു 8 A+ ഒക്കെ ആണ് നിങ്ങൾക്ക് സയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? എനിക്ക് ബുദ്ധിയില്ല എന്നുള്ളൊരു ചിന്തയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതില്ലടാ. അതായത് സയൻസ് എടുത്ത് കുടുങ്ങിപ്പോയി, സയൻസ് എടുക്കാൻ പഠിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ 8 A+ അല്ലേ ഉള്ളൂ. എല്ലാവരും എനിക്ക് ഫുൾ A+ തന്നെ കിട്ടിയാൽ ഞാൻ ലാസ്റ്റ് പഠിച്ചിട്ടില്ലേ, അതുകൊണ്ട് എന്താണ് +1 സയൻസ് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്ത ഉണ്ടാവും. ഇത് കൂടെ എപ്പോഴാണെന്ന് വെച്ചാൽ ക്ലാസ്സിലിറക്കുക ടീച്ചർ എന്ത് ചെയ്യും, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള ചെറിയ ഉത്തരം പറയും. അതേപോലെ തന്നെ മനസ്സിലായെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അല്ലെ ടീച്ചർ ചോദിക്കുമ്പോൾ മനസ്സിലായി സാറിന് ആരെയും പറഞ്ഞാൽ തലയാട്ടിയല്ല അടക്കം നമ്മൾക്ക് എന്താ നെഞ്ചിലൊരു കാളക. എനിക്ക് രണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് എന്നെ കൊണ്ട് ഇത് പറ്റൂല, വെറുതെ ഞാൻ സയൻസ് എടുത്തു എന്നുള്ളല്ലേ. അപ്പം ആ ചിന്തകൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം മാറ്റണം. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് +2 1200 മാറിയതും വാങ്ങിയ ആൾക്കാരും +2ൻ്റെ കൂടെ എന്താണ് നമ്മുടെ ഇക്രം IIT മദ്രാസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന, അതായത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന റംഷാദും ഷഹബാസും സിനാനും ഒക്കെ എന്താണ് നിങ്ങളെപ്പോലെ തന്നെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെന്നൊക്കെ മനസ്സിലായത് അവരൊന്നും എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ അവരെന്താണ് ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കോൺഫിഡൻസോടുകൂടി 2 വർഷം പണിയെടുത്തു എന്നുള്ളതാണ്. അപ്പം അതിലൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്, ടൈം സ്പെൻഡ് ചെയ്യണം ആൻഡ് ബിഗ്ഗർ പിക്ചറിനെ കുറിച്ച് ചിന്തിക്കണം. ഇനി ഒരു കാര്യം കൂടെ മാത്രം എന്ത് ചെയ്യാം ഇന്ന് ഞാൻ പറയാം. അതായത് ഒരുപാട് കുട്ടികളുടെ പ്രശ്നമാണ്, സാറെ പഠിക്കും എന്താണ് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്, എനിക്ക് ബോറടിക്കുന്നത്, എനിക്ക് ഉറക്കം വരുന്നത്, ബുക്ക് തുറന്നാൽ ഉറക്കം വരും എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ പ്രശ്നം എന്താണോ, ഡോപ്പമിനാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന ഒരു എഫേർട്ടിനെ കുറിച്ച്. ഒരു നല്ല കുട്ടിയാണ് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ചിലപ്പോൾ പഠിക്കാനുള്ള ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൻ്റെ മുന്നിൽ നിങ്ങൾ കസേരയും മുന്നിട്ട് ഇരിക്കുന്നു, മിക്കവാറും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പഠിക്കും, അല്ലെങ്കിൽ എന്താണ് ഫോൺ വെച്ചിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതുക എന്നുള്ളതല്ലേ. ഇനി നിങ്ങളെ സമയം കളയുന്ന, നിങ്ങൾക്ക് ഡോപ്പമിൻ തരുന്ന ഡിസ്ട്രാക്ഷൻസ്, എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അതിനെടുക്കുന്ന എഫേർട്ട് എന്തായിരിക്കും? ഈ സെയിം ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുക, എന്താ പറയുക, ഫോൺ നോക്കുക എന്നല്ലേ. ഇനി ബെഡ് പഠിക്കുന്നവരാണ് അവസ്ഥ ആണ്. കാരണം എന്താ, രണ്ടും സെയിം സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കോട്ട് പറഞ്ഞുതരാം. എനി പ്ലഷർ യു റിസീവ് വിത്തൗട്ട് എഫേർട്ട് വിൽ ഇവൻച്വലി ഡിസ്ട്രോയ് യു. അതായത് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ, പ്ലഷർ ആയിക്കോട്ടെ, സന്തോഷം, ആനന്ദമൊക്കെ എന്താണ് അൾട്ടിമേറ്റ്ലി നിങ്ങളെ നശിപ്പിക്കുന്നു പറയുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാട്ടെ, ഇപ്പം നിങ്ങൾ ബെഡിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്, അതേ ബെഡിൽ അതേ പൊസിഷനിൽ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഇൻസ്റ്റ കാണുന്നതും യൂട്യൂബ് ഷോർട്സ് കാണുന്നതും ഗെയിം കളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതായത് എന്ത് വന്നാലും ഫിസിക്സിലെ 1 ഡയമെൻഷൻ മോഷനോ ആനിമൽ കിങ്ഡം, ബയോളജിയിൽ ആനിമൽ കിങ്ഡം പഠിക്കുന്നത് ഇൻസ്റ്റാ റീലും യൂട്യൂബ് ഷോർട്സും ഗെയിം കളിക്കുന്നതും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതിൻ്റെ അത്ര വരൂലല്ലോ. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ബ്രെയിന് പറയും, എൻ്റെ മോനെ നീ എന്തിനാ ഇത് നോക്കി, ഇന്നലെ എന്ത് രസമായി നമ്മൾ ഇൻസ്റ്റയിലെ കണ്ട്, ബോറടിക്കും, അവിടെ മാറ്റി വെക്കും, ഇൻസ്റ്റയിലേക്ക് നമ്മൾ പോവും. അപ്പം അതാണ് പ്രശ്നം. അതായത് ഈ സാധനം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, സോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതായത് 2 പൊസിഷൻ, അതായത് സ്ഥലം, ടൈം, ഈ 2 സ്ഥലം എന്ത് ചെയ്യണം നിങ്ങൾ പ്രത്യേകം ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് പഠിക്കുക. നിങ്ങൾ ബെഡിൽ ഇരുന്ന് പഠിക്കേണ്ടതെന്ന് പറയുന്നില്ല, ബെഡിലിരുന്ന് കിടന്നാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ബെഡിൽ കിടന്ന് അതേ പൊസിഷൻ എന്ത് ചെയ്യരുത്, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കരുത്, ഡിസ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കരുത്. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും പഠിക്കുമ്പം മൂഡ് കിട്ടൂല, ബോറടിക്കും. അതേപോലെ തന്നെ ഒരു സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു 2 to 3 hours നിങ്ങൾ ഏറ്റവും മിനിമം എന്ത് ചെയ്യുക, പഠിക്കാൻ മാറ്റുക. ആ സമയം ഏതാണെന്ന് വെച്ചാൽ ആ സമയത്തിൽ ഇപ്പം നിങ്ങൾ തീരുമാനിക്കണം, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ ഫോൺ ഉപയോഗിക്കൂല, ഡിസ്ട്രാക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളത്. ഒരാഴ്ച നിങ്ങളിത് ചെയ്ത് നോക്ക്. പഠിക്കുന്ന സ്ഥലത്തും പഠിക്കുന്ന സമയത്ത് എന്താണ് ഒരു കാരണവശാലും ഡിസ്ട്രാക്ഷൻ പരിപാടികൾ നടത്തൂല എന്നാണെങ്കിൽ പിന്നെ ബ്രെയിനിന് മറ്റേ ചോയ്സ് ഒന്നുമില്ല, പഠിക്കുന്നു ഉറപ്പാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം ഞാനൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ സെയിം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ചലഞ്ചിങ്, ഭയങ്കര എൻ്റർടൈനിങ്, ഭയങ്കര എനർജി തരുന്നൊന്നുമല്ല, ബോറിങ് സാധനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും. പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്താണ്, നിങ്ങൾ ഇതേപോലത്തെ ബോറിങ് സാധനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ എക്സാമ്പിൾ. നിങ്ങൾക്ക് ചിലപ്പോൾ നിഷാദ് സാർ അറിയായിരിക്കും, എഡ്യൂപോർട്ടിൻ്റെ IIT ഫാക്കൽറ്റിയാണ്, മാത്സിൻ്റെ ഫാക്കൽറ്റിയാണ്. ആൻഡ് കേരളത്തിലെ തന്നെ ഒരു ടോപ്പ് മാത്സ് ഫാക്കൽറ്റി ആയിരിക്കും മൂപ്പര്. IIT മദ്രാസിലാണ് പഠിച്ചത്. ടോപ്പ് എനിക്കൊന്ന് 1500 അങ്ങനെയായിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നത്. നിഷാദ് സാറ് ഒരു ദിവസം ഞാനായിട്ട് എന്തൊരു സംഘടന സംസാരിച്ചു, മൂപ്പര് ഐപാഡ് അവിടെ വെച്ച് മറന്നു. ഞാനാണ് ശ്രദ്ധിച്ചില്ല. മൂപ്പര് രാത്രി 11 മണിക്ക് വരിക. എന്നിട്ട് മൂപ്പര് എൻ്റെ ഐപാഡ് മറന്നുപോയി, അപ്പോൾ എടുക്കാം. അപ്പോൾ ഞാൻ ചിങ്ങൾ തന്നെ രാത്രി വരുന്നു പിറ്റേന്ന് വന്നപ്പോൾ ഇല്ല, ഞാൻ എല്ലാ ദിവസവും രാത്രി 11 മണി മുതൽ 2 മണിക്കൂർ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കണേ, JEE ക്ലിയർ ചെയ്ത് IIT മദ്രാസിലെത്തി കഴിഞ്ഞ 5-6 വർഷമായിട്ട് മാത്സ് JEE ലെവലിൽ പഠിപ്പിക്കുന്ന മൂപ്പർക്ക് ഇനി ഒറ്റ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പര ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ രാത്രി 11 മണിക്ക് മൂപ്പര് വരുമ്പോൾ ഞാനും ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് മാത്സിൻ്റെ JEE പ്രോബ്ലം ചെയ്യുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല.
എന്താണ് ബോറിങ് സ്റ്റഫ് നമ്മൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ലൈഫിലെത്തുന്നത്. ഞാനിവിടെ നിങ്ങളോട് ഇലോൺ മസ്കിൻ്റെയോ അല്ലെങ്കിൽ അംബാനിൻ്റെയോ യൂസുഫ് അലീൻ്റെയോ ഒന്നും കഥയല്ല. ലൈഫിൽ ചെറിയ ചെറിയ വിജയങ്ങൾ നേടിയെടുത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോറിങ് സ്റ്റഫ് കൺസിസ്റ്റൻ്റ്ലി ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്താ, ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ +2 നല്ല മാർക്ക് വാങ്ങാൻ ബുദ്ധിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം, ഡിസ്ട്രാക്ഷൻസിനെയും അക്കാഡമിക്സിനെയും സെപ്പറേറ്റ് ചെയ്യണം, പ്ലേസും ടൈമും വെച്ചിട്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭാവി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരിക്കും. അത് എൻ്റെ ഒരു കേസ് വരാം. +2 ശേഷം NITയിൽ അഡ്മിഷൻ കിട്ടിയ മുതൽ എന്താണ്, എൻ്റെ ലൈഫിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പാരൻസിനൊക്കെ എന്താണ്, പാരൻസിനും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവർ സ്വപ്നം കണ്ട ജീവിതം അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം, 2 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടു. മക്കളെ, ഒരു 30-35 വയസ്സാകുമ്പോൾ നിങ്ങൾ ഏത് ഫോണും ഉപയോഗിക്കണം, ഏത് കാറിൽ യാത്ര ചെയ്യണം, EMI വേണോ വേണ്ടയോ, നിങ്ങളുടെ മക്കൾ എന്ത് ഭക്ഷണം കഴിക്കണം, ഏത് സ്കൂളിൽ പഠിക്കണം, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നുള്ളത് അടക്കം തീരുമാനിക്കാൻ പോകുന്നത് ഈ 2 വർഷമാണ്. ആ ഒരു ബിഗ് പിക്ചറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ആ 2 വർഷത്തിലെ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 3 മണിക്കൂറാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 3 മണിക്കൂർ 8-1 തരാൻ പറ്റൂല നിങ്ങൾക്ക്? പറ്റുമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾ ഇനി അങ്ങോട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കണം. ഒരൊറ്റ ആഴ്ചകളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അവധിയല്ല, അതിനുശേഷം എക്സാം ഉണ്ടെങ്കിൽ എന്ത് ഒന്ന് അതിനു വേണ്ടി ഒന്ന് പഠിച്ചു നോക്ക്. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. എന്ത് ഡൗട്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നമ്മൾ തിരിച്ചു വരികടാ, ഞങ്ങളൊക്കെ തിരിച്ചു വന്ന പോലെ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു വരുത്തും.